This news is brought to you by Sona Gold, Cherupuzha, Padiyottichal, Alakkot and Vellarikund. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ യുവതലമുറ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് ചർച്ച ചെയ്ത് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചാര സംവാദം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കോമ്പൗണ്ടിലെത്തിയ ചിറ്റാരിക്കാൽ മാലോം KSRTC ബസ്സിന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഊഷ്മളമായ സ്വീകരണം നൽകി. ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം, ഈസ്റ്റ് അളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, PTA പ്രസിഡന്റ് ഷാജി തോണക്കര, സ്കൂൾ പ്രിൻസിപ്പൽ ബിനു തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. +2 വിദ്യാർത്ഥിനി ആൻ ജോഷി സംവാദത്തിൽ മോഡറേറ്ററായിരുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാനുഭവങ്ങളും പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പങ്കുവച്ച സംവാദം ശ്രദ്ധേയമായി. അതായത് ഒരേ തൊഴിൽ തന്നെ, പക്ഷേ തൊഴിലുകൾ വ്യത്യസ്തമായിരിക്കും. പുരുഷന്മാർക്ക് കൂടുതൽ, സ്ത്രീകൾക്ക് കുറവായിരിക്കും. അപ്പൊ അവിടെ ന്യൂനപക്ഷമായ സ്ത്രീകൾക്കും അതിലുപരി ട്രാൻസ്ജെൻഡേഴ്സിനും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ്. പുരുഷന്മാർ ഈ സമൂഹത്തിൽ സാമൂഹികപരമായി വിദ്യാഭ്യാസത്തിലും തൊഴിലവസരത്തിലും വിവേചനം നേരിടുന്ന ഒരു വിഭാഗമല്ല. എന്നാൽ സ്ത്രീകളുടെയും അതിലുപരി വഴിയുണ്ടാകുമ്പോൾ ഇത് കേരള സർക്കാർ എപ്പോൾ നടപ്പിലാക്കാറുണ്ട്? അതുവരെ ഈ ബുദ്ധിമുട്ട് സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. അത്രയും നാൾ സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടണോ എന്നാണ് എതിർ ടീം ചോദിക്കുന്നത്. എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ പ്രിയദർശിനി പദ്ധതിയിലൂടെ കീമോ ഡയാലിസിസ് പോലുള്ള ചികിത്സയ്ക്കായി, അതേപോലെ മറ്റ് ചെക്കപ്പുകൾക്കായി മാസം 1-2 പ്രാവശ്യം ആശുപത്രികളിൽ പോകേണ്ടി വരുന്ന പാവപ്പെട്ടവരായ സ്ത്രീകളുണ്ട്. അവർക്ക് ഈ ഒരു പദ്ധതി വളരെ സഹായകമാണ്. അതേപോലെ തന്നെ പ്രായമുള്ള സ്ത്രീകൾ, അമ്മമാർ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോന ഗോൾഡ്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.